നമുക്ക് കാര്യം ഈ ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ബൈ എടുക്കുക എപ്പോഴാണ്? ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്. കണ്ടോ, ഇപ്പൊ ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്തപ്പോൾ കുറെ പോയിന്റ് മേലേക്ക് പോയി. ഇപ്പൊ ഈ ഒരു പോയിന്റിൽ 3300 ആയിരുന്നു, എവിടം വരെ പോയി? 4000 വരെ കയറി. അതേപോലെ നേരെ തിരിച്ചാണെങ്കിലോ, ഇപ്പൊ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുമ്പോൾ കണ്ടോ, ഈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയപ്പോൾ ഒത്തിരി പോയിന്റ് താഴേക്ക് പോയി. അപ്പോൾ അത് നോക്കണം, ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സെല് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ഇതാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും. ഇത് എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല, 100% ശരിയാവണമെന്നില്ല. പിന്നെ എപ്പോഴാണ് ശരിയാക്കുക? കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ആവുമ്പോൾ നമ്മൾ വരക്കുന്ന ലൈനും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിലേക്ക്, ഡയറക്ഷനിലേക്ക് ഇത് എത്താണ് ചെയ്യുക. അത് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ കിട്ടുള്ളൂ. അത് നല്ല പ്രാക്ടീസ് ചെയ്യണം, പിന്നെ കുറച്ച് ലക്ക് വേണം. ഓക്കെ, ഇനി ഇതിൽ തന്നെ വരക്കാൻ പറ്റുന്ന വേറൊരു ലൈനാണ് ട്രെൻഡ് ലൈൻ. അത് ഇവിടെ തന്നെ ഉണ്ട്, കണ്ടില്ലേ? ട്രെൻഡ് ലൈൻ. അതായത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് നമ്മളൊരു 2 പോയിന്റ് കിട്ടിയപ്പോഴാണ് ഒരു കൂട്ടി വരച്ചത്. അതേപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു പോയിന്റ് ഇവിടെ കിട്ടി, രണ്ടാമത്തെ പോയിന്റ് ഇത് ഇവിടെ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ജോയിന്റ് ചെയ്ത് നേരൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഒരു ലൈൻ കിട്ടുമല്ലോ. ഇതാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ ഏത് സമയത്തും ഇപ്പോൾ ഈ ഒരു ലൈൻ എത്തുമ്പോൾ അവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യും? ഷെയർ പ്രൈസ് താഴേക്ക് വരും. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോവുകയും ചെയ്യും. ഇതാണ് ട്രെൻഡ് ലൈൻ. ഓക്കെ, അത് നമുക്ക് എവിടെ വേണേലും വരക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വേണേൽ വരക്കാം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ എന്താണ്? ഒരു കാറ്റാണ്. ഇപ്പൊ കാറ്റൻ കയറി, അത് ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലേ ഇവിടെ ഇറങ്ങി, ഇങ്ങനെ ഇറങ്ങി വന്നു. ഓക്കെ, ഇതാണ് ട്രെൻഡ് ലൈൻ. ഇത് വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു ഈ 2 ലൈനിന് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് വരക്കാം. ഇതൊരു ട്രെൻഡ് ലൈൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരു 0.8, ഇവിടെ ഒരു 0.8, അതേപോലെ